വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ജെറോം കെ ജെറോമിന്റെ അങ്കിൾ പോജർ ഹാങ്സ് എ പിക്ചർ എന്ന ഹ്യൂമറസ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോറി 3 Man in a Boat എന്ന കോമിക് നോവലിൽ നിന്നെടുത്തതാണ്. നരേറ്ററിന്റെ അമ്മാവൻ പോജർ ചുമരിൽ ഒരു ചിത്രം തൂക്കാൻ തീരുമാനിച്ചതിന്റെ കഥയാണിത്. ഫ്രെയിം ഹാങ് ചെയ്യുക എന്നുള്ള ചെറിയ കാര്യത്തിന് വീട്ടിലെ എല്ലാവരെയും ഓരോ ജോലികളിലായി ഉൾക്കൊള്ളിക്കുകയും പിന്നീട് 2 ഇരട്ടി പണിയാവുകയും ചെയ്യുന്ന രസകരമായ തമാശ നിറഞ്ഞ കഥയാണിത്. സോ അടുത്തതായിട്ട് നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ വരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് അങ്കിൾ പോജർ. അങ്കിൾ പോജർ ആണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. സ്വന്തമായി എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്കിൾ. എന്നാൽ വാസ്തവത്തിൽ എല്ലാം മെസ്ഡപ്പ് ആക്കുകയാണ് പതിവ്. ഇനി വരുന്ന നെക്സ്റ്റ് ക്യാരക്ടർ ആണ് നരേറ്റർ. ഈ നരേറ്ററിന്റെ അമ്മാവനാണ് ഈ അങ്കിൾ പോജർ. പിന്നെ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ഫാമിലി മെമ്പേഴ്സ്. ഇനി നമുക്ക് കഥയുടെ സമ്മറിയിലോട്ട് കടക്കാം. ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള അങ്കിൾ പോജർ ഒരു ജോലിക്കാരനെ വിളിക്കുന്നതിന് പകരം ചിത്രം സ്വയം ചുമരിൽ തൂക്കിയിടാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വളരെ കോൺഫിഡൻസോടെ മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ ഇതെല്ലാം ചെയ്തോളാം. ഈ അനൗൺസ്മെന്റിലൂടെ കഥയിലെ അതിശയോക്തി വായനക്കാർക്ക് വ്യക്തമാവുകയാണ്. ഒരു ഈസി ജോബ് ആണെന്ന ഇംപ്രഷനാണ് ഇപ്പോൾ വായനക്കാർക്ക് ലഭിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ ചെറിയ കാര്യം പൂർത്തിയാക്കാൻ ഒരുപാട് പേരുടെ സഹായം ആവശ്യമായി വരുന്നു എന്നതാണ് ഈ കഥയിലെ അതിശയോക്തി. സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞെങ്കിലും അങ്കിൾ പിന്നീട് ഓരോ കാര്യത്തിനായി ഓരോരുത്തരെ വിളിക്കുകയാണ്. ഒരാളെ ആണി എടുക്കാൻ അയക്കുന്നു, ഒരാളെ ചുറ്റിക എടുക്കാൻ അയക്കുന്നു, മറ്റൊരാളോട് കോണി പിടിക്കുവാൻ പറയുന്നു. അങ്ങനെ എല്ലാവർക്കും പണി കൊടുക്കുകയാണ് ഈ അമ്മാവൻ. ചെറിയ കുട്ടികളെ പോലും അങ്കിൾ വെറുതെ വിട്ടില്ല, അവർക്കൊത്ത പണി അവർക്കും നൽകി. അങ്ങനെ അങ്കിളിന്റെ ഈ ഒരു ഡിസിഷൻ കാരണം ഫ്രെയിം ഹാങ്ങിങ് എന്നുള്ള പ്രവൃത്തി ഒരു ഫാമിലി ടെൻഷനായിട്ട് മാറുകയാണ്. പിന്നീട് അങ്കിൾ തന്റെ കയ്യിൽ തന്നെ ആണിയടിക്കുകയും അതുപോലെ കോട്ടും ചിത്രവും മിസ്പ്ലേസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇതിനെല്ലാം മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു വട്ടം ചിത്രം താഴെ വീഴുകയും ഗ്ലാസ് പൊട്ടുകയും ചെയ്യുന്നു. ഇത് കഥയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയായി. അവസാനം നീണ്ട പരിശ്രമങ്ങൾക്കും ക്ഷീണങ്ങൾക്കും ഒടുവിൽ ചിത്രം ചുമരിൽ തൂക്കുന്നു. എന്നിട്ട് എന്തോ ഒരു വലിയ കാര്യം നേടിയ ഹീറോയെ പോലെ എല്ലാവരോടും സംസാരിക്കുകയാണ് അങ്കിൾ. എന്നാൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പണിയെടുത്ത് ക്ഷീണിച്ചവരുമാണ്. അങ്കിളുടെ ഡയലോഗോടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ചിലർ എന്തിനാണ് ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര ബഹളം വെക്കുന്നതെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ വരികൾ രസകരവും വിരോധാഭാസം നിറഞ്ഞതുമാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ പറ്റി അദ്ദേഹത്തിന് തന്നെ അറിവില്ല എന്നതാണ് വാസ്തവം. സോ ഇതാണ് ഈ കഥയിലെ ഐറണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. ദേ ആർ ഐറണി, എക്സാജറേഷൻ, ഹ്യൂമൻ ഫോളി, ഫാമിലി ഡൈനാമിക്സ് ആൻഡ് എവറിഡേ ഹ്യൂമർ. സോ ഇതൊക്കെയാണ് ഈ സ്റ്റോറിയിലെ തീംസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ കഥ നമുക്ക് തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ മോറൽ ഓഫ് സ്റ്റോറി എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. കഴിവില്ലാതെ അമിത ആത്മവിശ്വാസം അനാവശ്യ കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്നും ചില സമയങ്ങളിൽ സഹായം ചോദിക്കുന്നത് നല്ലതാണെന്നും ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സോ ഇതാണ് അങ്കിൾ പോജർ ഹാങ്സ് എ പിക്ചർ എന്ന ഹ്യൂമറസ് സ്റ്റോറിയുടെ സമ്മറി. Now it's time to wind up today's video. If you think the video is useful, please consider subscribing and supporting. Thank you for watching.